ഇന്നലെ ഹാർബറിൽ പോയപ്പോൾ നല്ല ഫ്രഷ് പ്രോൺസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നൊരു ബിരിയാണി ഉണ്ടാക്കിയാലോ? ചെമ്മീൻ ആദ്യം തന്നെ ക്ലീൻ ആക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ തലയും കൂടി നമ്മൾ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് എല്ലാം ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഈ അടുത്ത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ കണ്ണൂർ പോയപ്പോഴാണ് ഇതിന്റെ തലയും നമുക്ക് ഇങ്ങനെ വറക്കാമെന്ന് ഞാൻ അറിയുന്നത്. അത് നല്ല ടേസ്റ്റ് ആണ്. നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്യണേ. ഇനി ഒരു കടായിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിനകത്ത് അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ ഉള്ളിയും കൂടി നമുക്കൊന്ന് വറുത്തെടുത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ട റൈസ് ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. അത് ബിരിയാണി പോട്ട് വെച്ചിട്ട് ഡാൽഡ ഇട്ട് കൊടുത്തു, പിന്നെ സ്പൈസസ് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കുറച്ച് സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേനും നമുക്ക് കഴുകി എടുത്ത് വെച്ച് അരി ഇട്ട് കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള അളവിലാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ചോറ് അധികം സ്റ്റിക്ക് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ചോറാകുന്ന ടൈമിൽ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട്. അല്ലാതെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ചൊന്ന് ഇളക്കി വെച്ചിട്ട് നമുക്കത് ഓഫാക്കി വെക്കാം. അതിന് ഫ്രൈ ചെയ്യാൻ വെച്ച പ്രോൺസും കൂടി റെഡി ആയിട്ടുണ്ട്. മസാല ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തതിന്റെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് അതിന്റെ ടേസ്റ്റ് ഒന്നുകൂടെ എൻഹാൻസ് ആവുന്നുണ്ട്. ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തക്കാളി ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കിയിട്ട് മസാലാസ് ഒന്ന് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒന്ന് മിക്സ് ആയിട്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വരുമ്പോഴത്തേനും അതിന്റെ കുറച്ച് ഉപ്പും പിന്നെ 2 സ്പൂൺ തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രൈ ചെയ്ത ചെമ്മീനും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്താൽ മസാല റെഡി. ലാസ്റ്റ് ആയിട്ട് ചെമ്മീന്റെ തലയും കൂടി നമുക്കൊന്ന് വറുത്തെടുത്ത് വെക്കാം. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ചോറിട്ടു, അതിനുശേഷം മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കുറച്ച് കലക്കിയിട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സംഭവങ്ങളും മസാല ഇട്ടു, പിന്നെ ചോറ്, പിന്നെ സെയിം പ്രോസസ്സ് റിപ്പീറ്റ്. അതോടെ നമ്മുടെ ബിരിയാണി സെറ്റ്. ഇനി ഇതിന്റെ കൂടെ കഴിക്കാൻ വേണ്ട സാലഡും പുതിനയുടെ ചമ്മന്തിയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചോറ് നമ്മൾ നല്ലോണം കുഴച്ചിട്ട് കുറച്ച് ചമ്മന്തിയും സാലഡും വറുത്ത് വെച്ചതും കൂടി വെച്ചിട്ട് കുഴച്ച് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല.